ഗൈസ്, ഹോസ്പിറ്റൽസ് എല്ലാം ഇനി ഫുൾ ഓട്ടോമാറ്റിക് ആവാൻ പോവാണ്. എങ്ങനെയാണെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഫീൽഡ് പലപ്പോഴും ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യുന്നുണ്ട്. ലോങ് ക്യൂസ്, മിസ്സിംഗ് ഫയൽസ്, സ്ട്രെസ് എംപ്ലോയീസ്, എഫിഷ്യൻ്റ് ആയിട്ട് റിസോഴ്സ് യൂസ് ചെയ്യാനുള്ള ലിമിറ്റേഷൻസ് എന്നിവയെല്ലാം പേഷ്യൻ്റ് കെയറിങ്ങിനെയും അതുപോലെ തന്നെ ഹോസ്പിറ്റൽസിൻ്റെ ഡെയിലി പ്രവർത്തനങ്ങളെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇതിനൊരു മികച്ച വഴിയുണ്ട്: സ്മാർട്ട് ഹോസ്പിറ്റൽ സൊല്യൂഷനുകൾ. ഇവ ഇന്ന് ഹെൽത്ത് കെയർ സെക്ടറിൽ ഒരു വിപ്ലവം തന്നെയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. ABDM, ABHA എന്നീ ഐഡികളുമായി കണക്ട് ചെയ്ത് തടസ്സമില്ലാത്ത പേഷ്യൻ്റ് രജിസ്ട്രേഷൻ, ഒപ്റ്റിമൈസ് ചെയ്ത അപ്പോയിൻമെൻറ്റുകളും ഓട്ടോമേറ്റഡ് റിമൈൻഡേഴ്സും, ഇൻസ്റ്റന്റ് ഇൻഫോർമേഷൻസ് കിട്ടാൻ യോജിപ്പിച്ച പേഷ്യൻ്റ് ഡാറ്റയും അതുപോലെ തന്നെ ക്ലിനിക്കൽ ഡിസിഷൻസും. ഇത്തരത്തിൽ ഹോസ്പിറ്റലിൽ എല്ലാം ഓട്ടോമേറ്റഡ് ആയിട്ട് നടക്കുമ്പോൾ തന്നെ പേഷ്യൻസ് അതിൽ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. സോ നമുക്ക് അത് ത്രൂ അവരുടെ വെയിറ്റിംഗ് കുറയ്ക്കാനും പേഷ്യൻ്റ് സാറ്റിസ്ഫാക്ഷൻ കൂട്ടാനും സാധിക്കും. മാത്രമല്ല, ഇത് രോഗികളിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാനും ഇത് കൂടാതെ ആ ക്ലിനിക്കിന് എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാനും വർക്ക് ഫ്ലോ തടസ്സമില്ലാതെ മുന്നോട്ട് പോകാനും സാധിക്കുന്നു. അതുകൊണ്ട് ഹോസ്പിറ്റലുകൾ ഇത്തരത്തിൽ ഓട്ടോമേറ്റഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയി ഹോസ്പിറ്റലിൽ ചെല്ലാനും ഡോക്ടറെ കാണാനും ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും സാധിക്കും.